ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മധുര പലഹാരമായിട്ടാണ്. ഒരു ബർഫിയാണ്, ചന ഡാൽ ബർഫി. അതായത് നമ്മുടെ കടലപ്പരിപ്പ് വെച്ചിട്ടൊരു ബർഫി. അപ്പം നമുക്ക് വേഗം നോക്കിയിട്ട് വരാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കടലപ്പരിപ്പ് വേവിക്കാം. ഇത് അരക്കപ്പ് കടലപ്പരിപ്പാണ്. ഞാനിത് 3 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കാം. കടലപ്പരിപ്പ് വേവിച്ചെടുത്തു. എന്നിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ കടലപ്പരിപ്പ് അരച്ചെടുത്തത് നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, മിൽക്ക് മെയ്ഡ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പൊക്കെ മിൽക്ക് മെയ്ഡ് എടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഇളക്കിയതിന് ശേഷം 1 കപ്പ് പാൽ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇടാം. പക്ഷേങ്കിൽ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 5 ടേബിൾ സ്പൂൺ നെയ്യായിരുന്നു ചേർത്തത്. അപ്പോൾ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൈ എടുക്കാതെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ബർഫിക്കൊക്കെ നല്ല മധുരവും നെയ്യൊക്കെ വേണം. അപ്പോൾ എപ്പോഴും ഒന്നും തയ്യാറാക്കി നോക്കണ്ട. പക്ഷേ ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെയ്യ് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2-3 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ബദാം നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങയും ഏലക്കായും ബദാമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നമുക്കിനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം. ഞാൻ ആദ്യം ഒരു ക്ലീൻ ബൗളിൻ്റെ അടിയിലായിട്ട് കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ആദ്യം ഞാനൊന്ന് ഷേപ്പ് ചെയ്യുന്നത്. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബർഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.